രാധേ രാധേ. നമ്മൾ ദീപാവലി ആഘോഷിക്കാൻ പോവുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ദീപാവലി? നിങ്ങൾ അറിയുന്ന അർത്ഥങ്ങൾ ഒന്നുമല്ല ദീപാവലിക്കുള്ളത്. നമ്മൾ നല്ല ധ്യാനത്തിലിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിന്തകളെ അടക്കുന്ന പ്രാക്ടീസ് ആദ്യം ചെയ്തിട്ട് നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം അപ്രത്യക്ഷമായി ഒടുവിൽ ഒരു ദീപം, ഒരു ദീപനാളം, ഒരു തിരി ഇങ്ങനെ കത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതോടുകൂടി നിങ്ങളുടെ ധ്യാനം സക്സസ് ആയി എന്ന് കരുതുക. സാക്ഷാൽ പരബ്രഹ്മം എന്ന് പറയുന്നത് ഉജ്ജ്വലമായ ഒരു പ്രകാശമാണ്. ആ പ്രകാശം രൂപം കൊണ്ടതാണ് ഗുരുവായൂരപ്പൻ. ആ പ്രകാശത്തിൻ്റെ ഒരു തരി, ഒരു നാളം നമ്മുടെ ഉള്ളിൽ എരിയുന്നുണ്ട്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജന്മരഹസ്യങ്ങളെല്ലാം പിടികിട്ടും. നമ്മൾ പറയും നരകാസുരനെ വധിച്ചതിൻ്റെ ആഘോഷമാണ് ദീപാവലി. ആരാണ് ഈ നരകാസുരൻ? നമ്മളെല്ലാം നരകാസുരന്മാരാണ്. അതായത് ലൗകിക സുഖങ്ങളോട് താല്പര്യമുണ്ടാവുക, മക്കളോട് ഒട്ടലുണ്ടാവുക. ആരാണോ മക്കളോട് ഒട്ടുന്നത്, ഭർത്താവിനോട്, ഭാര്യയോട്, സുഹൃത്തുക്കളോട്, വസ്തുവിനോട്, പണത്തിനോട് ഒട്ടുന്നത്, അവരെ വിളിക്കുന്ന പേരാണ് നരകാസുരൻ എന്ന് പറയുന്നത്. ആ നരകാസുരൻ എന്ന് പറയുന്നവരെല്ലാം ഇരുട്ടത്ത് ജീവിക്കുന്നവരാണെന്ന സത്യം അറിയുക. അതായത് മനുഷ്യൻ എപ്പോഴും ഇരുട്ടിൽ ജീവിക്കുന്നവരാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: അവൻ ലൗകിക സുഖങ്ങളിലും ബന്ധങ്ങളിലുമൊക്കെ ഒട്ടി ജീവിക്കുന്നവനാണ്. അങ്ങനെ ജീവിച്ച 16,000-ഓളം വരുന്ന യുവതികളെ കൃഷ്ണൻ ഉപദേശം കൊടുക്കുകയും കൃഷ്ണന്റെ ഉപദേശത്തോടു കൂടി ബന്ധങ്ങളിലുള്ള ഒട്ടലുകൾ അവർക്ക് മാറിക്കിട്ടുകയും അത് മാറിയതിന് ശേഷം അവർ ധ്യാനത്തിലിരിക്കുകയും അവരുടെ ഉള്ളിലെ ദീപത്തെ കണ്ടെത്തുകയും ചെയ്തു. അതായത് അവരിലെ നരകാസുരനെ കൃഷ്ണൻ കൊന്നു. നരകാസുരൻ എന്ന് പറഞ്ഞാൽ ലൗകിക വാസന. അവരവരുടെ ഉള്ളിലുള്ള ദീപത്തെ കണ്ടു. അതോടെ മൃത്യുഭയം ഒഴിഞ്ഞു. കാരണം മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ട് പോകും എന്ന അറിവ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ആ സന്തോഷം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് പടക്കം പൊട്ടിച്ച് നമ്മൾ ഉത്സവ തിമിർപ്പോടെ കൊണ്ടാടുന്നത്. അതാണ് ദീപാവലി. ഓർമ്മിക്കുക, മക്കളോടും ബന്ധങ്ങളോടും ഒട്ടലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ല. നിങ്ങളുടെ ദീപത്തെ കണ്ടെത്തൂ, ദീപാവലി ആഘോഷിക്കൂ.